എന്താ അയ്യപ്പ ഇങ്ങനെയെന്ന്. വിവാദങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ശബരിമല എന്ന് പറയുന്ന അവിടെ ആവശ്യമില്ലാത്ത കാര്യവും ആവശ്യമുള്ള കാര്യവും ഒക്കെ ഒരുപാടുണ്ടെങ്കിലും ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോ നമുക്ക് എന്താ അയ്യപ്പ ഇങ്ങനെയെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അയ്യപ്പ സ്വാമിയെ ആര് പറ്റിച്ചാലും, അതിപ്പം ദേവസ്വം ജീവനക്കാരെന്നോ മേൽശാന്തിമാരെന്നോ അല്ലെങ്കിൽ അവിടെ മറ്റുള്ളവരോ അയ്യപ്പന് വേദന ഉണ്ടാക്കുന്ന എന്ത് പ്രവൃത്തി ചെയ്താലും അതിന്റെ ശിക്ഷ അയ്യപ്പൻ തന്നിരിക്കും. അത് ഈ സമയത്ത് തന്നെ തന്നിരിക്കും. അതിനി മാറ്റമൊന്നുമില്ല. ഒരു വലിയൊരു അനുഭവസ്ഥനാണ്. പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. അതും എന്റെ അനുഭവത്തിലുള്ളതാണ്. 1998 ഈ സ്വർണം പൊതിഞ്ഞ ശേഷം ആ ശബരിമല ശ്രീകോവിലിൽ ആദ്യമായി മേൽശാന്തിയായി പൂജ നടത്തുന്നത് ആ മാരാമറ്റത്ത് PJ നാരായണൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ സ്വർണം പൂശി അതിന്റെ കലശങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ചെല്ലുമ്പോൾ ശ്രീകോവിലിന്റെ താഴെ കുറച്ചൊരു ബലം കിട്ടണം. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് പിടിക്കാൻ വന്നപ്പോൾ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന കേശാന്തി ശ്രീനിവാസൻ പോറ്റി അദ്ദേഹം പറഞ്ഞു, സ്വർണ്ണപ്പാളിയാണ്, തെറിച്ചു പോകരുത് എന്ന് പറയുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. ഇതാണ് നാരായണൻ നമ്പൂതിരി നട തുറന്ന് കേറുന്ന ചിത്രം. ഇതാണ് കേശാന്തി, അദ്ദേഹമാണ് ആ സ്വർണ്ണ പൂച്ചയെ കുറിച്ച് പറയുന്നത്. അതെ അതെ അതെ. ഈ ബലപ്പെട്ട് നമ്മളിങ്ങനെ തിരിക്കുമ്പോ സ്വർണ്ണപ്പാളി വെച്ചതാണ്, തെറിച്ചു പോകരുതെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ സമയത്താണ്. ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള ദ്വാരപാലക ശില്പം, അതേപോലെ വാതില്, അങ്ങനെയുള്ളതെല്ലാം തന്നെ സ്വർണം പൂശിയതായിട്ടാണ് എന്റെ അറിവ്. അന്നത്തെ ഒരു ആൽബം ഉണ്ടല്ലോ, ഈ ആൽബത്തിൽ തന്നെ കൃത്യമായിട്ട് അത് കാണിച്ചു തരുന്നുണ്ടല്ലോ. ഇതാണ് ആ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ ശേഷമുള്ള ആ 2 ദ്വാരപാലക ശില്പങ്ങൾ. ഇതാണ് ആ ശ്രീകോവിലിന്റെ വാതിൽ. ഈ പടിഭാഗമാണ് ചെമ്പായിരുന്നു എന്ന് പറയുന്നത് അല്ലെ? അത് ഈ കളർ വ്യത്യാസം നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ. കൊടിമരം നോക്കിയാലും അത് നോക്കിയാലും ഏകദേശം ഒരുപോലെ ആയിരിക്കുക. അന്നതായിട്ടില്ല. തങ്കശ്രീകോവിലില് പൂജ കഴിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം ആദ്യമായിട്ട് എനിക്കാണ് കിട്ടിയത്. പിന്നെ ചരിത്രത്തിലെ ആദ്യത്തെ പുറപ്പെടാശാന്തി ആവാനും സാധിച്ചു. 365 ദിവസവും അയ്യപ്പനെ പൂജിച്ചവിടെ തന്നെ ആറാട്ടിന് മാത്രമേ പമ്പയിലേക്ക് പോയുള്ളൂ. അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അന്നൊരു സംഭവം ഉണ്ടായല്ലോ, അതായത് ഈ ശ്രീകോവിലില് ചോർച്ച ഉണ്ടായി, അത് അടയ്ക്കാൻ ഒരു ശ്രമം നടന്ന ആ ഒരു സംഭവം എന്താണ്? അത് ഒരു ദിവസം ഈ ശ്രീകോവിലൊക്കെ അടച്ച് പോരുമ്പോ വെള്ളമൊക്കെ ഞങ്ങൾ തുടച്ചിട്ടാ പോരുക. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോ വെള്ളം ശ്രീകോവിലിനകത്ത്. ഉടനെ തന്ത്രിയെ വിളിച്ചത് പറഞ്ഞു. അദ്ദേഹം ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അവിടെ നോക്കിയപ്പോ മഴ പെയ്തു. അയ്യപ്പന്റെ കറക്റ്റ് ശിരസിലേക്കാണ് ഒരു ഹോളിൽ വെള്ളം വരുന്നുണ്ടായത്. അതിന്റെ ഒരു ആണി ഇളകിപ്പോയതായിരുന്നു സംഭവം. ഈ മരത്തിന്റെ ഇതിലേക്കാണ് ഈ ഷീറ്റ് വെച്ച് അതിലൊരു ആണി ഉണ്ടായിരുന്നു, അത് ഇളകിപ്പോയത്. അതാണ് കറക്റ്റ് സെന്ററിലായിരുന്നത്. അങ്ങനെ അത് മാറ്റുകയും ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം ഒരു 2 ദിവസം ഇതുകൊണ്ട് അങ്ങനെ വന്നതിന് ശേഷം അപ്പോൾ കുംഭാഭിഷേകം നടത്തേണ്ടി വന്നു.